അഡോബ് പേജ്മേക്കർ DTP അഥവാ ഡെസ്ക്ടോപ്പ് പബ്ലിഷിംഗ് പാക്കേജിലെ ഒരു സോഫ്റ്റ്വെയർ ആണ് അഡോബ് പേജ്മേക്കർ. പേജ്മേക്കർ ഓപ്പൺ ചെയ്യുന്നതിനായി ഡെസ്ക്ടോപ്പിൽ ഇതുപോലെ അഡോബ് പേജ്മേക്കർ എന്ന ഐക്കൺ ഉണ്ടെങ്കിൽ ഇതിൽ ഡബിൾ ക്ലിക്ക് ചെയ്തോ അല്ലെങ്കിൽ താഴെ കാണുന്ന സ്റ്റാർട്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് പ്രോഗ്രാംസ് മാനേജർ വഴി അഡോബ് പേജ്മേക്കർ 7.0 എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തോ നമുക്ക് ഈ സോഫ്റ്റ്വെയർ തുറക്കാവുന്നതാണ്. നമുക്കിപ്പോൾ ഈ അഡോബ് പേജ്മേക്കർ 7.0 എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ഈ സോഫ്റ്റ്വെയർ ഓപ്പണായി. ശ്രദ്ധിക്കുക, പേജ്മേക്കർ ഓപ്പണായി വരുമ്പോൾ ആദ്യം കാണുന്ന ഈ വിൻഡോയാണ് ടെംപ്ലേറ്റ് വിൻഡോ. പേജ്മേക്കറിലുള്ള വ്യത്യസ്ത ടെംപ്ലേറ്റുകൾ ഇവിടെ നിന്നും നമുക്ക് സെലക്ട് ചെയ്യാം. ടെംപ്ലേറ്റ് വിൻഡോയിൽ കാണുന്ന കാറ്റഗറി എന്ന ഈ ഓപ്ഷനിൽ നിന്നും നമുക്ക് ആവശ്യമുള്ള ടെംപ്ലേറ്റുകൾ തിരഞ്ഞെടുക്കാവുന്നതാണ്. ഇതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് പഠിക്കാം. ഇനി നമുക്ക് ഈ വിൻഡോ ക്ലോസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ക്ലോസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ കാണുന്ന ഈ ഭാഗമാണ് പേജ്മേക്കറിന്റെ വർക്ക്സ്പേസ് എൻവയൺമെന്റ്. ഇതിന്റെ ഏറ്റവും മുകളിലായി നീല നിറത്തിൽ കാണുന്ന പേജ്മേക്കർ എന്നെഴുതിയ ഈ ബാറാണ് ടൈറ്റിൽ ബാർ. ഈ ബാറിന്റെ വലതുഭാഗത്തായി മിനിമൈസ്, റീസ്റ്റോർ, ക്ലോസ് എന്നിങ്ങനെ 3 ബട്ടണുകൾ കാണാം. ഈ മിനിമൈസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ വിൻഡോയെ ടാസ്ക് ബാറിലേക്ക് ഒരു ബട്ടണായി ഇടാവുന്നതാണ്. ടാസ്ക് ബാറിൽ ബട്ടണായി കിടക്കുന്ന ഈ പേജ്മേക്കറിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് റീസ്റ്റോർ ചെയ്യാവുന്നതാണ്. റീസ്റ്റോർ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഈ വിൻഡോയെ റീസ്റ്റോർ ചെയ്യുവാനും റീസ്റ്റോർ ചെയ്ത വിൻഡോയെ ടൈറ്റിൽ ബാറിൽ ക്ലിക്ക് ചെയ്ത് പിടിച്ചുകൊണ്ട് ഡ്രാഗ് ചെയ്ത് ഏത് പൊസിഷനിലേക്കും മാറ്റിവെക്കുവാനും സാധിക്കും. ഈ ക്ലോസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ വിൻഡോയെ ക്ലോസ് ചെയ്യാം. വീണ്ടും ഡെസ്ക്ടോപ്പിൽ അഡോബ് പേജ്മേക്കർ എന്ന ഈ ഷോർട്ട്കട്ട് ഐക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇത് ഓപ്പൺ ചെയ്യാം. ടൈറ്റിൽ ബാറിന് തൊട്ടു താഴെയായി കാണുന്ന ഫയൽ, എഡിറ്റ്, ലേഔട്ട്, ടൈപ്പ് തുടങ്ങിയ മെനുകൾ അടങ്ങിയ ബാറാണ് മെനു ബാർ. മെനു ബാറിന് താഴെയായി ഈ കാണുന്ന ബാറിനെ സ്റ്റാൻഡേർഡ് ടൂൾ ബാർ എന്നാണ് പറയുക. പേജ്മേക്കറിൽ ഉപയോഗിക്കുന്ന മിക്ക ഓപ്ഷനുകളുടെയും ഷോർട്ട്കട്ടുകളാണ് ഇവിടെ ഈ കാണുന്നത്. വർക്ക്സ്പേസിന്റെ ഇടതുഭാഗത്തായി കാണുന്ന ഈ ബോക്സാണ് ടൂൾ ബോക്സ്. ഈ ബോക്സിന്റെ നീല നിറത്തിലുള്ള ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ആവശ്യാനുസരണം ചലിപ്പിക്കാൻ സാധിക്കും. പേജ്മേക്കറിൽ വർക്ക് ചെയ്യാൻ ആവശ്യമായ ടൂളുകൾ ഈ ബോക്സിൽ നിന്നും നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. വിൻഡോ മെനുവിലെ ഹൈഡ് ടൂൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ടൂൾ ബോക്സിനെ നമുക്ക് വർക്ക് സ്പേസിൽ നിന്നും മറച്ചു വെക്കാവുന്നതാണ്. ടൂൾ ബോക്സ് വീണ്ടും തിരിച്ചു കൊണ്ടുവരാൻ വിൻഡോ മെനുവിലെ തന്നെ ഷോ ടൂൾസിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഇനി നമുക്ക് കൺട്രോൾ പാലറ്റ് എന്താണെന്ന് നോക്കാം. വർക്ക് സ്പേസിന്റെ താഴെയായി കാണുന്ന ഈ ബോക്സിനെയാണ് കൺട്രോൾ പാലറ്റ് എന്ന് പറയുന്നത്. പേജ്മേക്കറിൽ ഉപയോഗിക്കുന്ന ടൂളുകളുടെ എല്ലാം നിയന്ത്രണം സാധ്യമാകുന്നത് ഈ പാലറ്റ് വഴിയാണ്. ഈ ബോക്സിനെ ഈ നീല നിറമുള്ള ഭാഗത്ത് മൗസ് ക്ലിക്ക് ചെയ്ത് പിടിച്ച് വർക്ക് സ്പേസിൽ ഇതുപോലെ ചലിപ്പിക്കാവുന്നതാണ്. ഈ പാലറ്റ് ക്ലോസ് ചെയ്യണമെങ്കിൽ ഇവിടെ കാണുന്ന ക്ലോസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ മതി. കൺട്രോൾ പാലറ്റ് വീണ്ടും തിരിച്ചു കൊണ്ടുവരുന്നതിനു വേണ്ടി വിൻഡോ മെനുവിലെ ഷോ കൺട്രോൾ പാലറ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഈ ബോക്സിനെ കളർ പാലറ്റ് എന്നാണ് പറയുന്നത്. പേജ്മേക്കറിൽ നമുക്ക് ആവശ്യമായ കളറുകൾ ഈ പാലറ്റിൽ നിന്നാണ് സെലക്ട് ചെയ്യുന്നത്. ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കളറുകൾ കാണാവുന്നതാണ്. ഈ ബോക്സിലെ ക്ലോസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഈ ബോക്സ് ക്ലോസ് ചെയ്യാവുന്നതാണ്. വീണ്ടും കളർ പാലറ്റ് ആവശ്യമെങ്കിൽ വിൻഡോ മെനുവിൽ നിന്നും ഷോ കളർ എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ മതി. ടൂൾബാറിനെ കുറിച്ചും കൺട്രോൾ പാലറ്റിനെ കുറിച്ചും വിശദമായി പഠിക്കുന്നതിനു വേണ്ടി നമുക്കാദ്യം ഒരു പുതിയ പേജ് നിർമ്മിക്കാം. ശ്രദ്ധിക്കുക, ഒരു പുതിയ പേജ് നിർമ്മിക്കുന്നതിനായി ഫയൽ മെനുവിലെ ന്യൂ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ കൺട്രോൾ N എന്ന് കീബോർഡിൽ പ്രസ് ചെയ്താലും മതി. അതല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ടൂൾ ബാറിൽ കാണുന്ന ന്യൂ എന്ന ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്താലും നമുക്കൊരു പുതിയ ഡോക്യുമെന്റ് ലഭിക്കുന്നതാണ്.
നമുക്കിപ്പോൾ ഫയൽ മെനുവിലെ ന്യൂ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തു നോക്കാം. ശ്രദ്ധിക്കുക, ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ വിൻഡോയാണ് ഡോക്യുമെന്റ് സെറ്റപ്പ് വിൻഡോ. ആദ്യമായി ഈ വിൻഡോയിൽ പേജ് സൈസ് എന്നെഴുതിയ ഓപ്ഷന്റെ വലതുഭാഗത്തായി കാണുന്ന ഈ ആരോയിൽ ക്ലിക്ക് ചെയ്താൽ A3, A4, A5 എന്നിങ്ങനെ പലതരം പേജ് സൈസുകൾ നമുക്ക് കാണാവുന്നതാണ്. ഇവിടെ നിന്നും നമുക്കിഷ്ടമുള്ളവ സെലക്ട് ചെയ്യാവുന്നതാണ്. ഈ കാണുന്ന കസ്റ്റം എന്ന ഓപ്ഷൻ ഉപയോഗിച്ച് ഇഷ്ടമുള്ള സൈസിൽ ഒരു പുതിയ ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്യാം. അതിനായി കസ്റ്റം എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് ഇവിടെ കാണുന്ന ഡയമെൻഷൻസ് എന്ന ഓപ്ഷനിൽ വിഡ്ത്, ഹൈറ്റ് എന്നിവ ടൈപ്പ് ചെയ്തു കൊടുക്കുക. ഇതിന്റെ വലതുഭാഗത്തായി കാണുന്നതാണ് ഇതിന്റെ യൂണിറ്റ്. ഇത് മില്ലിമീറ്ററിലായിരിക്കും. നമുക്ക് A4 സൈസിൽ ഒരു ന്യൂ ഡോക്യുമെന്റ് ഉണ്ടാക്കാം. ഇവിടെ കാണുന്ന ഓറിയന്റേഷൻ എന്ന ഓപ്ഷന് നേരെയുള്ള ടോൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ഡോക്യുമെന്റ് സെറ്റ് ആയത് എങ്ങനെയെന്ന് നോക്കാം. അതിനായി ഓക്കെ പ്രസ് ചെയ്യുക. ഇപ്പോൾ ഡോക്യുമെന്റ് ഉയർന്ന ആകൃതിയിലുള്ളതായാണ് കാണുന്നത്. ഇനി ഡോക്യുമെന്റ് സെറ്റപ്പിലെ വൈഡ് എന്ന ഓപ്ഷൻ എന്താണെന്ന് നോക്കാം. അതിനുവേണ്ടി ഫയൽ മെനുവിലെ ഡോക്യുമെന്റ് സെറ്റപ്പ് ക്ലിക്ക് ചെയ്യുക. ഇനി വൈഡ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ഓക്കെ പ്രസ് ചെയ്യുക. ഇപ്പോൾ ശ്രദ്ധിക്കുക, ഇവിടെ ലഭിച്ചിരിക്കുന്നത് ഒരു വിസ്തൃതമായ ഡോക്യുമെന്റ് ആണ്. വീണ്ടും ഡോക്യുമെന്റ് സെറ്റപ്പ് സെലക്ട് ചെയ്ത് മറ്റുള്ള ഓപ്ഷൻസ് നോക്കാം. ഓറിയന്റേഷൻ ടോൾ എന്ന് തന്നെ ആക്റ്റീവ് ആക്കുക. ഇവിടെ കാണുന്ന ഓപ്ഷന് നേരെയുള്ള ഡബിൾ സൈഡഡ്, ഫേസിംഗ് പേജസ് എന്നിവ പിന്നീട് പഠിക്കാം. ഈ കാണുന്ന നമ്പർ ഓഫ് പേജസ് എന്ന ഓപ്ഷനിൽ നമുക്ക് ആവശ്യമായ പേജുകളുടെ എണ്ണം കൊടുക്കുക. നമുക്ക് 4 എന്ന് കൊടുക്കാം. ഇതിനു നേരെയുള്ള സ്റ്റാർട്ട് പേജ് എന്ന ഈ ഓപ്ഷനിൽ വർക്ക് ചെയ്ത് തുടങ്ങേണ്ടത് ഏത് പേജിൽ നിന്നാണ് എന്ന് എന്റർ ചെയ്യാം. സാധാരണയായി പേജ് 1ൽ നിന്നാണ് വർക്ക് ചെയ്തു തുടങ്ങുക. അതുകൊണ്ട് 1 എന്ന് തന്നെ കൊടുക്കാം. ഇനി ഓക്കെ ബട്ടൺ പ്രസ് ചെയ്യാം. ഇപ്പോൾ ഈ കാണുന്നതാണ് ന്യൂ ഡോക്യുമെന്റ്. ഇതിൽ താഴെയായി ഇവിടെ കാണുന്നതാണ് പേജ് നമ്പറുകൾ.